ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ഒരു ഹാങ്ങിങ് ഉണ്ടാക്കി വെക്കുന്നത് എന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാവുന്ന പോയി കാണുക കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതുപോലെയുള്ള കുറേ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ്സാണ്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഷുഗർ ബീഡ്സും വേണം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലുള്ള ക്യാപ്പുകളാണ് കേട്ടോ. ഇത് നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. പല വലിപ്പത്തിലും പല ഡിസൈനിലൊക്കെ കിട്ടും. ഒരു ഒന്നിന് 2 രൂപ അല്ലെങ്കിൽ എന്തായാലും 5 രൂപയുടെ ഉള്ളിലേ ഉള്ളൂ ഒരു ക്യാപ്പിന്. അപ്പോൾ ഇതുപോലെയുള്ള ക്യാപ്പ് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവർ ഞാൻ ഒന്ന് വലിയ സൈസിലുള്ളത് എടുക്കുന്നുണ്ട്, അതുപോലെ ഒന്ന് മീഡിയം സൈസിലുള്ളത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ അടിവശത്ത് നിന്ന്, ഈ ഫ്ലവറിൻ്റെ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് ഇതുപോലെ സൂചി കോർത്തെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 10 ഷുഗർ ബീഡാണ് കേട്ടോ ഞാൻ കോർത്തെടുക്കുന്നത്. 10 ഷുഗർ ബീഡും പിന്നെ നടുവിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും അതുപോലെ വീണ്ടും 10 ഷുഗർ ബീഡുമാണ് ഞാനിത് ഇവിടെ എടുക്കുന്നത്. ഇതുപോലെ 10 ഷുഗർ ബീഡ് കോർത്തെടുത്തു. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ് ഞാൻ കോർത്തെടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും 10 ഷുഗർ ബീഡ് ഒന്നുകൂടി കോർത്ത് കൊടുക്കാം. 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ ടോട്ടൽ നമ്മൾ 20 ഷുഗർ ബീഡും അതുപോലെ ഒരു ഗോൾഡൻ ബീഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെവിടെ നിന്നാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ നമുക്കിതിനെ ഒന്ന് കുത്തിയിറക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഈ പൂവിൻ്റെ നടുവിലൊക്കെ ഒരു പൂമ്പൊടി പോലെ ഉണ്ടാവില്ലേ, അതുപോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് തൂങ്ങിക്കിടക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇനി ഒരു 3 എണ്ണം കൂടിയും ചെയ്തെടുക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇതുപോലെ മുകളോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് 10 ഷുഗർ ബീഡ് അതുപോലെ ഒരു ഗോൾഡൻ ബീഡ് വീണ്ടും ഒരു 10 ഷുഗർ ബീഡ് ഇതുപോലെ. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ എവിടെയാണോ നമ്മൾ കുത്തിയെടുത്തത് അവിടെ തന്നെ ഇതിനെ കുത്തിയിറക്കി കൊടുക്കുക. ഇങ്ങനെ 4 പൂമ്പൊടിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 4 എണ്ണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഷുഗർ ബീഡ് വെച്ച് ഷുഗർ ബീഡല്ല, പൂമ്പൊടി ഇതുപോലെ ചെയ്തെടുത്തു. എന്നിട്ട് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മോൾ വശത്ത്, ഇതിപ്പോൾ അടിവശമാണ് കേട്ടോ. അപ്പോൾ ഇനി മോൾ വശത്തേക്ക് ഇതുപോലെ ഒരു ക്യാപ്പും ഒരു ഗോൾഡൻ ബീഡും നമുക്ക് കോർത്ത് കൊടുക്കാം. ആദ്യം ഗോൾഡൻ ബീഡ് പിന്നെ ക്യാപ്പ് ഇതുപോലെ കോർത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വലിപ്പം അനുസരിച്ച്, വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയറുണ്ടാവില്ലേ, അതിൻ്റെ വണ്ണം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗോൾഡൻ ബീഡ് കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വട്ടനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് ഒരു അളവ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു 15 എണ്ണമൊക്കെ ഇതിൽ കോർത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഷുഗർ ബീഡ് കോർത്തിട്ട് നമ്മൾ ആ നേരത്തെ ഇട്ട് കൊടുത്ത ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ ഫ്ലവറിൻ്റെ പൂമ്പൊടിയുടെ ഭാഗത്തേക്ക് കുത്തിയിറക്കുകയാണ് കേട്ടോ സൂചി. ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ ഹാങ്ങിങ് തൂക്കിയിടാൻ പറ്റുന്ന പോലെ ഒരു റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ഇനിയൊന്നുമില്ല, ഇത്ര വെരി സിമ്പിളായിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ് കേട്ടോ ഇത്. നമ്മളിതിനിവിടെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ്.
സാധാരണ നമ്മൾ എങ്ങനെയാണോ നോട്ടിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും കെട്ടിട്ട് കൊടുക്കുക. ഇതാ ഇതുപോലെ. ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു ചെറുതും അതുപോലെ തന്നെ ഒരു വലുതുമാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ്ങൊക്കെ മേടിക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും 30, അതേപോലെ നല്ല കല്ല് വെച്ചിട്ടുള്ളതിനൊക്കെ ആണെങ്കിൽ പല റേറ്റിലുണ്ട് കേട്ടോ, 100, 150 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ കണ്ടില്ലേ, നമ്മുടെ ഡ്രസ്സിൻ്റെ അതേ ഇതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറുതും വലുതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ ആ വള്ളിയിൽ പിടിപ്പിക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു വള്ളി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ആ നൂലിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സിസർ ലൈറ്റർ കൊണ്ട് നമുക്ക് അതിനൊന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ അത് ഇനി നൂലൊന്നും പൊന്തി വരില്ല, നല്ല വൃത്തിയിൽ നമുക്കതവിടെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കി വെച്ച ഹാങ്ങിങ് കോർത്ത് കൊടുക്കുക കേട്ടോ. ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ 2 വള്ളിയും ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയുള്ള സിസർ ലൈറ്റർ കൊണ്ടാണ് കേട്ടോ ഞാനത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ആ ഹാങ്ങിങ് ഞാൻ ആ വള്ളിയിലോട്ട് ഇതുപോലെ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തൂങ്ങി കിടക്കും. അപ്പോൾ ഞാൻ ഒരു വലുതും ഒരു ചെറുതുമാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടില്ലേ, ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് അതിൻ്റെ ഏകദേശം നല്ല ലെങ്ത്തൊന്നും വേണ്ട, കുറച്ച് ഇതിൽ നല്ല ആ ഒരു ഹാങ്ങിങ് തൂങ്ങിക്കിടക്കുന്നതിൻ്റെ കുറച്ച് മുകളിലോട്ട് ഈ വള്ളീൻ്റെ അറ്റം ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൂചി നൂലെടുത്തിട്ട് നമ്മളതിനെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് നിന്നാണ് കേട്ടോ ഞാൻ ആ ലാസ്റ്റ് എൻഡിൽ നിന്നുള്ള ആ വള്ളിയുടെ അടിവശത്ത് നിന്നാണ് ഞാനിത് ഇങ്ങനെ കോർത്തെടുത്തിരിക്കുന്നത്. കാരണം ആ കെട്ട് അതിൻ്റെ അടിയിൽ പോകാനായിട്ടാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് അത് കാണില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അടിയത്തെ വള്ളിയും മുകളിലത്തെ വള്ളിയും കൂടി ഒന്നുകൂടി ജോയിൻ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്കതിനെ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല അങ്ങോട്ട് വലിച്ച് പിടിക്കുക കേട്ടോ. നല്ല വലിച്ച് ടൈറ്റാക്കി എന്ന് പറഞ്ഞാൽ കണ്ടത് അവിടെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ വള്ളിയുടെ മുകളിൽ കൂടെ നമുക്ക് ഈ നൂലിനെ ഒന്ന് കറക്റ്റ് നല്ല ഭംഗിയിൽ നമുക്കതൊന്ന് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടും. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സാധാരണ നമ്മൾ എങ്ങനെയാണോ കെട്ടിടുന്നത് അതേപോലെ തന്നെ സൂചി അതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ കയറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ സൂചി കൊണ്ട് തുന്നാൻ പോവുകയാണ് കെട്ടിടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ മുകളിൽ അടിയിലോട്ട് കോർത്ത് കൊടുത്തു. എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ കെട്ടിടുന്നത് അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോഴല്ല എനിക്ക് വീണ്ടും ഇതേപോലെ ഓരോ വീഡിയോസ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.